നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. ഇടതുഭരണത്തിൽ ജില്ലയ്ക്ക് 3 മന്ത്രിമാരും 12 MLA-മാരും ഉണ്ടായിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 253.66 കോടി രൂപ നഷ്ടമായെന്ന് കോൺഗ്രസ്. വേനൽ കനത്തതോടെ മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമെന്ന് ആരോപണം. ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസ് ധർണ നടത്തി. ജൽ ജീവൻ പദ്ധതിക്ക് വേണ്ടി റോഡ് പൊളിച്ചിട്ട് 2 വർഷം. മണ്ണമ്പേട്ട 19 കനാൽ ബണ്ട് റോഡ് കാൽനടയ്ക്ക് പോലും ബുദ്ധിമുട്ടിലായി. വാർത്തകൾ വിശദമായി. പീഡകളുടെയും സഹനങ്ങളുടെയും വ്യഥകളിൽ നിന്ന് പ്രത്യാശയുടെ പൊൻകതിർ വിടർത്തി യേശു ഉയിർത്തെഴുന്നേറ്റതിനെ അനുസ്മരിച്ച് ക്രൈസ്തവർ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടന്നു. വിശുദ്ധ കുർബാനയും തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണവും ദേവാലയങ്ങളെ ഭക്തിസാന്ദ്രമാക്കി. പ്രത്യാശയുടെ ശാന്തിയുടെയും ഈസ്റ്റർ സന്ദേശം കൈമാറി ദേവാലയങ്ങളിൽ ദിവ്യബലിയും വീടുകളിൽ ആഘോഷങ്ങളും നടന്നു. ഇതോടെ 50 നോൻപിനും വിശുദ്ധ വാരാചരണത്തിനും സമാപനമായി. ഈസ്റ്ററിനോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരവും സംഘടിപ്പിച്ചിരുന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യകാർമ്മികനായി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യകാർമ്മികത്വം വഹിച്ചു. സഹവികാരി സിബിൻ വാഴപ്പള്ളി ഈസ്റ്റർ ദിന സന്ദേശം നൽകി. ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരവും സംഘടിപ്പിച്ചിരുന്നു. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോയ് കൊള്ളന്നൂർ മുഖ്യകാർമ്മികനായി. ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരം വേറിട്ടതായി.
തൃശൂർ എടുക്കുമെന്നാവർത്തിച്ച് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തൃശൂർ എടുക്കാൻ വേണ്ടി തന്നെയാണ് താൻ വന്നത്. ജൂൺ 4-ന് തൃശൂരിന് ഉയിർപ്പാണ് സംഭവിക്കാൻ പോകുന്നത്. തൃശൂർ വഴി കേരളത്തിന്റെ ഉയിർപ്പ് സംജാതമാകണമെന്നും സുരേഷ് ഗോപി ഇരിഞ്ഞാലക്കുടയിൽ പറഞ്ഞു. തീർച്ചയായിട്ടും തൃശൂർ ലോക്സഭാ മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിയെ നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ എടുത്തിരിക്കും, എടുക്കാൻ തന്നെയാണ് ഇത്തവണ വന്നിട്ടുള്ളത്. പ്രാർത്ഥനയോടെ പറയുന്നു, എടുത്തിരിക്കും. കഴിഞ്ഞ 10-40 വർഷമായിട്ടെങ്കിലും മഹാരഥന്മാർ പല സംഭാവനകളും തൃശൂർക്ക് നടത്തിയിട്ടുണ്ട്. പിണറായി സർക്കാരിൽ ജില്ലയ്ക്ക് 3 മന്ത്രിമാരും ഇടതുമുന്നണിക്ക് 12 MLA-മാരും ഉണ്ടായിട്ടും ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നഷ്ടമായത് 253.66 കോടി രൂപയാണെന്ന് സർക്കാരിന്റെ ISGDയുടെ വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു. ഈ സാമ്പത്തിക വർഷത്തിൽ ലഭിക്കാനുള്ള മെയിൻ്റനൻസ് ഗ്രാന്റിന്റെ അവസാന ഗഡുവും കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ തുകയും കൂട്ടിച്ചേർത്താൽ നഷ്ടം ഇരട്ടിയാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഈ സാമ്പത്തിക വർഷത്തെ ജില്ലയുടെ ബഡ്ജറ്റ് സംഖ്യയായ 709.09 കോടി രൂപയിൽ വർഷം അവസാനിക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ ചെലവഴിച്ചത് 455.43 കോടി രൂപയാണ്. സമയത്ത് ഫണ്ട് അനുവദിക്കാത്തതിലൂടെയും അനാവശ്യ ട്രഷറി നിയന്ത്രണത്തിലൂടെയും കോടികളുടെ വികസന പദ്ധതികളാണ് ജില്ലയ്ക്ക് നഷ്ടമായത്. വികസന ഫണ്ടിന്റെ അവസാന ഗഡുവ് ഒരാഴ്ച മുൻപ് അനുവദിച്ചിരുന്നെങ്കിൽ നഷ്ടത്തിന്റെ അളവ് കുറയ്ക്കാമായിരുന്നു. ട്രഷറി ഇടപാടുകൾ അവസാനിച്ച മാർച്ച് 30-ന് ജില്ലയിലെ 17 ട്രഷറികളിലായി 8877 ബില്ലുകളിലായി 179.21 കോടി രൂപ ഇനിയും പാസ്സാക്കാനുണ്ടായിരുന്നു. അവസാന ഗഡു ലഭിച്ചത് മാർച്ച് 23-നാണ്. തുടർന്ന് മാർച്ച് 31 വരെ 4 അവധിയും കൂടിയായപ്പോൾ ബിൽ മാറിയെടുക്കാൻ കഴിഞ്ഞില്ല. ജില്ലാ പഞ്ചായത്തിന് നഷ്ടമായത് 33.89 കോടി രൂപയാണ്. 81.95 കോടി വാർഷിക വികസന ഫണ്ടിൽ ചെലവാക്കാനായത് 58.65%. 20% സ്പിൽ ഓവർ തുക സർക്കാർ അനുവദിച്ചാൽ 16 കോടി രൂപ നഷ്ടത്തിൽ കുറയ്ക്കാനാകും. പക്ഷേ കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ തുകയായ 17 കോടി രൂപ ഈ സാമ്പത്തിക വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചില്ല. സ്പിൽ ഓവർ പദ്ധതിക്ക് അനുമതി കൊടുത്തുവെങ്കിലും തുക അനുവദിച്ചില്ല. ഇതിനു പുറമെ റോഡ്, നോൺ റോഡ് മെയിൻ്റനൻസ് തുകയിൽ 22-23-ൽ 17 കോടി രൂപയും ജനറൽ പർപ്പസ് ഗ്രാന്റായി 5 കോടിയിൽ പരം രൂപയും അനുവദിച്ചിരുന്നെങ്കിൽ ഈ വർഷം മെയിൻ്റനൻസ് ഗ്രാന്റ് 6.5 കോടി രൂപയാണ് ലഭിച്ചത്. ജനറൽ പർപ്പസ് ഗ്രാന്റ് ഒന്നും ലഭിച്ചതേയില്ല. അങ്ങനെ നോക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ നഷ്ടം ഏറെയാണ്. സമാനമായ രീതിയിൽ തൃശൂർ കോർപ്പറേഷന്റെ പദ്ധതി ചെലവ് കേവലം 39.37% മാത്രമാണ്. വാർഷിക തുകയായ 77.36 കോടി രൂപയിൽ 30.46 കോടിയാണ് ചെലവഴിച്ചത്. 40.90 കോടി രൂപയാണ് ചെലവഴിക്കാനാകാതെ നഷ്ടമാകുന്നത്. കോർപ്പറേഷനും കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ തുകയും മെയിൻ്റനൻസ് തുകയുടെ അവസാന ഗഡുവും ജനറൽ പർപ്പസ് ഫണ്ടും ഇനിയും ലഭിച്ചിട്ടില്ലാത്തതിനാൽ നഷ്ടം വലുതാണ്. സമാനമായ രീതിയിലാണ് ജില്ലയിലെ ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നഷ്ടം നേരിട്ടത്. സർക്കാരിന്റെ സാമ്പത്തിക ക്രമക്കേടുകൊണ്ട് ഒന്ന് മാത്രമാണ് ജില്ലയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. ഇനി ഇതിൽ നിന്നും കരകയറണമെങ്കിൽ സർക്കാർ അടുത്ത വർഷം സ്പിൽ ഓവർ തുക പൂർണ്ണമായും അനുവദിക്കണം. അത്തരത്തിൽ ചെയ്യാറില്ല എന്ന് മാത്രമല്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അടുത്ത സാമ്പത്തിക വർഷം നിലവിൽ ഈ വർഷം ലഭിച്ച ഫണ്ടിൽ നിന്നും കുറവ് ലഭിക്കാനേ സാധ്യതയുള്ളൂ. ഫണ്ട് എല്ലാം നൽകുമെന്ന് പറഞ്ഞ സർക്കാർ കോടികളാണ് ഗ്രാന്റ് ഇനത്തിലും സ്പിൽ ഓവർ തുകയായും ഇനിയും നൽകാനുള്ളത്. ഈ വർഷം അവസാനിച്ചതിനാൽ ഇനി അനുവദിക്കേണ്ടതില്ല. ഇത്തരത്തിൽ സർക്കാർ അധികാര വികേന്ദ്രീകരണത്തിന് പകരം അധികാര കേന്ദ്രീകരണം നടത്തുകയാണ്. അതിനാൽ തന്നെ താഴെത്തട്ടിൽ വികസനം എത്തിക്കുക എന്ന ലക്ഷ്യം സർക്കാർ അട്ടിമറിക്കുകയാണ്. സർക്കാരിന്റെ സാമ്പത്തിക ക്രമക്കേടും ധൂർത്തും കാരണമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന ലക്ഷ്യം അട്ടിമറിക്കപ്പെടുന്നതെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ ശുദ്ധജലക്ഷാമം. പഞ്ചായത്ത് കൃത്യസമയത്ത് നടപടികൾ സ്വീകരിക്കാതിരുന്നതാണ് കുടിവെള്ളമെത്താൻ വൈകാൻ കാരണമെന്നാരോപിച്ച് കോൺഗ്രസ് പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് തോമസ് തൊകലത്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വേനൽ കനത്തതോടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്നു. സമീപ പഞ്ചായത്തുകളെല്ലാം നേരത്തെ തന്നെ ഇതിനായുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വെള്ളം എത്തിച്ചു തുടങ്ങിയെങ്കിലും മുരിയാട് പഞ്ചായത്ത് ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണ്
ഇവിടെ തടസ്സമായി നിൽക്കുന്നതെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു. പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ശനിയാഴ്ച നടന്ന യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ധർണയിൽ സേവ്യർ ആളൂക്കാരൻ, ശ്രീജിത്ത് പട്ടത്ത്, കെ വൃന്ദകുമാരി, ജിനി സതീശൻ, നിത അർജുനൻ എന്നിവർ പ്രസംഗിച്ചു. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുൻപ് ഇവിടെ കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയുകയുണ്ടായി. ഇത് ഇവിടുത്തെ ഭരണസമിതിയുടെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയായതുകൊണ്ട് മാത്രമാണ് മുരിയാട് പഞ്ചായത്തിൽ ഇന്ന് കുടിവെള്ള വിതരണം നടക്കാതെ പോയത്. കാരണം എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ള വിതരണം തുടങ്ങിയപ്പോൾ മുരിയാട് പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം ഇതുവരെ ആരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇനിയും കളക്ടറുടെ കത്ത് വരട്ടെ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന രീതിയിലേക്ക് ഈ ഭരണസമിതി അധപതിച്ചു. ജൽ ജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ച റോഡ് കാൽനടക്കാർക്കും വാഹനങ്ങൾക്കും ദുരിതമായി മാറിയിട്ട് 2 വർഷം. മണ്ണമ്പേട്ട 19ലൂടെയുള്ള കനാൽ ബണ്ട് റോഡ് പൊളിച്ചിട്ട് 2 വർഷമായി. ജൽ ജീവൻ പദ്ധതിക്ക് വേണ്ടിയാണ് റോഡ് പൊളിച്ചത്. മാതാ സ്കൂൾ, ഹെൽത്ത് സെന്റർ, അങ്കണവാടി, ആയുർവേദ ആശുപത്രി എന്നീ സ്ഥലങ്ങളിലേക്കുള്ള എളുപ്പമാർഗമാണ് ഈ റോഡ്. കാൽനടക്കാർക്ക് നടക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് നിലവിലെ റോഡിന്റെ അവസ്ഥ. അധികൃതരുടെ അനാസ്ഥ മൂലം ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് റോഡ് ടാറിംഗ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ചെമ്മനാടൻ അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിൽ BJP കുടുംബസംഗമം യുവമോർച്ച ദേശീയ സെക്രട്ടറി ശ്യാം രാജ് ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ശ്രീശോഭ്, BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തലൂർ, VV രാജേഷ്, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, BJP പഞ്ചായത്ത് പ്രസിഡന്റ് ജിബിൻ പുതുപ്പള്ളി, വാർഡ് വികസന സമിതി ചെയർമാൻ NC അജിതൻ, വിനോദ് വാലിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. പൊതുയോഗത്തിന് ശേഷം കുടുംബാംഗങ്ങൾ ഒരുക്കിയ കലാപരിപാടികളും സദ്യയും ഉണ്ടായിരുന്നു. കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്ക് AK ശിവദാസൻ, RK വാര്യർ, VU ശശി എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ നൽകി. ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിച്ചുള്ള ഉത്തരവുകൾ ഓർഡർ സോഫ്റ്റ്വെയറിൽ പ്രസിദ്ധീകരിച്ചു. അതത് സ്ഥാപന മേധാവികൾ തങ്ങളുടെ കാര്യാലയത്തിലെ ജീവനക്കാർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കണം. ഉത്തരവുകൾ ഡൗൺലോഡ് ചെയ്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകി സോഫ്റ്റ്വെയറിലെ ഓർഡർ സെർവ്ഡ് സ്റ്റാറ്റസ് ഓപ്ഷനിൽ രേഖപ്പെടുത്തണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കലക്ടർ അറിയിച്ചു. ജീവനക്കാർക്കുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരിശീലന ക്ലാസുകൾ മണ്ഡലാടിസ്ഥാനത്തിൽ ഏപ്രിൽ 3, 4, 5 തീയതികളിൽ നടത്തും. ഡ്യൂട്ടി ഉത്തരവുകൾ ലഭിച്ച ഉദ്യോഗസ്ഥർ പ്രസ്തുത ക്ലാസുകളിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്നും കലക്ടർ അറിയിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6275 രൂപ, പവന് 50,200 രൂപ. തൃക്കൂർ വാര്യത്തൊടി തൃപ്പേക്കുടത്ത് മാരാത്ത് വീട്ടിൽ സതീശൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗീതയാണ് ഭാര്യ. ശ്രീലക്ഷ്മി, ശ്രീലേഖ എന്നിവർ മക്കളാണ്. വരാക്കര തട്ടിൽ മാപ്രാണത്തുകാരൻ മേരി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭർത്താവ് ലോനപ്പൻ, ലീന, ലിജു എന്നിവർ മക്കളും സണ്ണി, നിഷ എന്നിവർ മരുമക്കളുമാണ്. പാഴായി നൊട്ടശ്ശേരി അമ്മിണി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പറപ്പൂക്കര നന്ദിക്കര സുലോചന അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം കഴിഞ്ഞു. പ്രീതി, സുധീഷ്, പ്രസീദ് എന്നിവർ മക്കളാണ്. ബാലൻ, സരിത, വിജി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് എടശ്ശേരി ഒല്ലൂക്കാരൻ റപ്പായുടെ ഭാര്യ അച്ചാമ്മ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4-ന് ചെങ്ങാലൂർ കർമ്മലമാതാ പള്ളിയിൽ. മേട്രസ്, ബെറ്റ്സി, ആൻഡോ, ജോബി, സെബി എന്നിവർ മക്കളും. പോൾസൺ, വിൻസി, ജെയ്സി, സിബി, പരേതനായ ലൂയിസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. ഇടതുഭരണത്തിൽ ജില്ലയ്ക്ക് 3 മന്ത്രിമാരും 12 MLA-മാരും ഉണ്ടായിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 253.66 കോടി രൂപ നഷ്ടമായെന്ന് കോൺഗ്രസ്.
വേനൽ കനത്തതോടെ മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമെന്ന് ആരോപണം. ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസ് ധർണ നടത്തി. ജൽ ജീവൻ പദ്ധതിക്ക് വേണ്ടി റോഡ് പൊളിച്ചിട്ട് 2 വർഷം. മണ്ണമ്പേട്ട 19 കനാൽ ബണ്ട് റോഡ് കാൽനടയ്ക്ക് പോലും ബുദ്ധിമുട്ടിലായി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.